ചെറിയൊരു വിഷമത്തോടെ പങ്കുവെക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ പബ്ലിക് ടോയ്ലറ്റ്സ് എന്ന് പറയുന്നത്. ആ ഒരു വിഷയം ഏറ്റവും ശ്രദ്ധേയകരമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഗൗരവമായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്ത് മുമ്പോട്ട് വരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാന്യനായ ശ്രീ MP രാജേഷ് മിനിസ്റ്റർ ഉൾപ്പെടെ വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്വയം പര്യാപ്തമായ ഗ്രാമങ്ങൾ, ഇടങ്ങൾ എന്നുള്ള ഒരു സ്വപ്നത്തിൽ നിന്നും ലക്ഷ്യത്തിൽ നിന്നുമൊക്കെ വർഷങ്ങൾക്കിപ്പുറം നമ്മൾ എത്തി നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് അടുത്ത വർഷങ്ങളിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ, വികസനത്തിന്റെ കാര്യത്തിലായാലും പ്രൊജക്റ്റുകളുടെ കാര്യത്തിലായാലും പദ്ധതികളുടെ കാര്യത്തിലായാലും ഇതെല്ലാം ഗുണം നേടിയ സാധാരണ ജനങ്ങളുടെ കാര്യത്തിലായാലും എല്ലാം വലിയ കണക്കുകളിൽ നമ്മൾ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഒരുപാട് സന്തോഷമായ ഭാഷയിൽ സംസാരിക്കാനുള്ള അറിവിന്റെ ഭാഗമാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് മാത്രമാണ് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് പദ്ധതികൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നു. അതിന്റെ റിസൾട്ടുകൾ നമ്മൾ കണ്ടുവന്നു. ഇപ്പോൾ ലൈഫ് പദ്ധതിയിലൂടെ ഒരുപാട് വീടുകൾ 5 ലക്ഷത്തിൽ എന്ന് സംസാരിച്ചു തുടങ്ങിയിടത്തിൽ നിന്ന് നമ്മൾ 6 ലക്ഷത്തിലേക്ക് നമ്മുടെ കണക്കുകൾ എത്തി നിൽക്കുകയാണ്. അതേപോലെ മാലിന്യ നിർമ്മാർജ്ജനത്തിന്റെ കാര്യത്തിലും ഏറ്റവും ഗംഭീരമായിട്ടുള്ള മുമ്പോട്ടുള്ള വരവ് നമുക്ക് സാധ്യമാക്കിയിരിക്കുന്നു. കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ ഏത് സ്മാർട്ട് ഏത് മേഖലയെടുത്താലും മുൻപോട്ടുള്ള അതിവേഗമുള്ള കുതിപ്പാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ എന്നുള്ള രീതിയിലും ഒരു കലാകാരി എന്നുള്ള രീതിയിലും ഏറ്റവും ഞാൻ ശ്രദ്ധയോടെ വീക്ഷിച്ചിരുന്നത് കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളാണ്. അവരുടെ പല പ്രവർത്തനങ്ങളും അടുത്ത് നിന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്മാർട്ട് അല്ലെങ്കിൽ ഡിജിറ്റലൈസേഷൻ എന്നുള്ള ഡിജിറ്റൽ അറിവിലേക്ക് നമ്മൾ കടന്നു വന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ ഞാൻ ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് സാധ്യതകൾ എന്ന് പറയുന്നത്, ഒരു സൈബർ സുരക്ഷ ഹെൽപ്പ് ഡെസ്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് വളരെ വലിയൊരു കാര്യമായിരിക്കും എന്ന് ഞാൻ എൻ്റെ ഒരു എളിയ ബുദ്ധിയിൽ ചേർത്ത് വെക്കുകയാണ്. കാരണം ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും ഒരു വ്യാജ ലിങ്കുകൾ അല്ലെങ്കിൽ ഓൺലൈൻ ബാങ്കിങ്, ഫിഷിംഗ് എല്ലാം സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇവയെല്ലാം സാധാരണ ജനങ്ങൾക്ക് ഓടിയെത്താൻ സാധിക്കുന്ന ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ടെങ്കിൽ അതൊരു വലിയ സഹായകരമായ ഒരു പ്രവൃത്തിയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിന് തന്നെ നമ്മുടെ വീടുകളിൽ നമ്മുടെ ഡിജിറ്റൽ അറിവുകൾ നേടിയിട്ടുള്ള സ്ത്രീജനങ്ങളെ ഉൾപ്പെടെ പ്രായമായ ആളുകളെ ഉൾപ്പെടെ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അതും ശ്രമിക്കാമെന്ന് എനിക്ക് തോന്നുകയാണ്. ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുക, ഒരു കോൾ ചെയ്യുക, ഒരു വാട്സപ്പ് ഉപയോഗിക്കുക എന്നുള്ളതിനപ്പുറമുള്ള അറിവുകളിലേക്ക് അവരെ നമുക്ക് ഉപയോഗിക്കപ്പെടുത്താൻ സാധിച്ചാൽ അവരുടെ സമയവും അവരുടെ വിരസത മാറുകയും, എന്നാൽ എവിടെയൊക്കെയോ ഈ പറഞ്ഞ ജെൻസി അല്ലെങ്കിൽ പുതിയ ജനറേഷനോട് കണക്റ്റഡ് ആയിരിക്കുന്നു, നമ്മളും മാറുന്ന ലോകത്തിനൊപ്പമാണ് എന്നുള്ളൊരു ബോധം, ഒരു ധൈര്യം അവരിലേക്ക് പകരാനും സാധിക്കുമെന്ന് എനിക്ക് തോന്നുകയാണ്. മറ്റൊരു കാര്യം, ഒരു ഡിജിറ്റൈസേഷൻ പ്രൊജക്റ്റുകളാണ്. നമ്മുടെ പ്രാദേശിക ചരിത്ര രേഖകൾ, കൈയെഴുത്ത് പ്രതികൾ തുടങ്ങിയവയൊക്കെ ഡിജിറ്റൈസ് ചെയ്യുന്നതിനും ഇതേപോലെ പരിശീലനം നടത്തി നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകർ അല്ലെങ്കിൽ സാധാരണ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ജനങ്ങളെ ഉപയോഗിക്കാനുള്ള ഒരു സാധ്യതയും ഞാൻ മുന്നിലേക്ക് കാണുകയാണ്. ഓരോ വാർഡിലെയും ചരിത്രം അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന പഞ്ചായത്തുകളിലേക്ക് ആയാലും ചരിത്രം, പ്രകൃതി സൗന്ദര്യം, പ്രാദേശിക ഉൽപ്പന്നങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെയുള്ള നിലവാരമുള്ള വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനും ഇവരുടെ ഒരു സഹായം അല്ലെങ്കിൽ അവരുടെ ഒരു ശ്രമം നമുക്ക് പരിശോധിക്കാവുന്നതാണ് എന്നും എനിക്ക് തോന്നുകയാണ്. മറ്റൊന്ന്, പരിസ്ഥിതി സൗഹാർദ്ദപരമായ ബിസിനസ് ആശയങ്ങളിലേക്ക് കുടുംബശ്രീ യൂണിറ്റുകളെ ചേർത്ത് നിർത്താം എന്നുള്ള ഒരു ആശയം കൂടെ ഞാൻ പങ്കുവെക്കുകയാണ്. ഇപ്പോൾ സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രകൃതി സുന്ദരമായിട്ടുള്ള ഹരിതാഭയായിരുന്നുള്ള ഒരു ഭൂപ്രകൃതി നമുക്കുണ്ട്. അപ്പം അതിനോട് ചേർന്ന് നിൽക്കുന്ന ടൂറിസ്റ്റ് സ്പോട്ടുകൾ കണ്ടെത്തുകയാണെങ്കിൽ അതിനോട് ചേർന്നുള്ള ഹോം സ്റ്റേസിനുള്ള സാധ്യതകൾ, അതിൽ കമ്മ്യൂണിറ്റി കിച്ചൺസിനുള്ള സാധ്യതകൾ തുടങ്ങിയവയെല്ലാം ഒരു വലിയ കൂട്ടം ആളുകൾക്ക് തൊഴിലവസരങ്ങളും അവരെ എൻഗേജ്ഡ് ആക്കുകയും അവരും വികസനത്തിൻ്റെയും പുരോഗതിയുടെയും മുമ്പോട്ട് നയിക്കുന്ന നാടിൻ്റെ മുഖഭാഗമായി മാറുന്നു എന്നുള്ള ഒരു ചിന്ത കൈവരിക്കാനും സാധ്യമാകുന്നു എന്നും എനിക്ക് തോന്നുകയാണ്. നമ്മൾ നേരത്തെ സംസാരിച്ച മറ്റൊരു വിഷയം എന്ന് പറയുന്നത് മാലിന്യ നിർമ്മാർജ്ജനമാണ്. അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു, ഖരമാലിന്യം എന്നതുപോലെ തന്നെ ദ്രവമാലിന്യത്തിൻ്റെയും സംസ്കാരത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിനെപ്പറ്റിയുള്ള ചർച്ചകൾ സംഭവിക്കുന്നു എന്നറിയുന്നു. അതിൽ തന്നെ മാലിന്യ നിർമ്മാർജ്ജനത്തോടൊപ്പം അത് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത് എന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എറണാകുളം പ്രദേശത്ത് നിന്ന് വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുകൾക്ക് അറിയുകയും അത് മാറി വരുന്ന അതിൻ്റെ കൊച്ചിയുടെ അല്ലെങ്കിൽ എറണാകുളത്തിൻ്റെ മുഖമൊക്കെ കാണുകയും അതിൽ സന്തോഷവും കണ്ടെത്തുകയും ചെയ്യുന്ന ഒരാളാണ്. അതിനോടൊപ്പം തന്നെ മാലിന്യത്തിൽ നിന്ന് എന്ത് നമുക്ക് നേടാം, ഫ്രം വേസ്റ്റ് ടു വെൽത്ത് എന്ന് പറയുന്ന പോലെ തന്നെ ഫ്രം വേസ്റ്റ് എന്തൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യമായിട്ട് ഫീൽ ചെയ്യുകയാണ്. ഇപ്പോൾ ഫാഷൻ ആക്സസറീസ്, ടാഗുകൾ, നമ്മുടെ പ്രോഗ്രാംസിന് ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ ഉൾപ്പെടെ പലപ്പോഴും പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ പൂക്കളാണ് നമ്മളെ തേടി ഇത്തരം പ്രോഗ്രാമുകളിലൊക്കെ സ്വീകരണത്തിനായിട്ട് എത്താറ്. അതെല്ലാം റീപ്ലേസ് ചെയ്യാനുള്ള സാധ്യതകൾ ചെറുതെങ്കിലും വലിയ ഒരു ചിന്തയായിട്ട് എനിക്ക് തോന്നുകയാണ്. അതും ഉപയോഗപ്പെടുത്താവുന്ന ഒരു സാധ്യതയായിട്ട് ഞാൻ മുമ്പോട്ട് വെക്കുന്നു.
മറ്റൊന്ന്, നമ്മളെല്ലാവരും സംസാരിക്കുമ്പോൾ നമ്മൾ ഫിസിക്കലി എൻഗേജ്ഡ് ആവുക എന്നുള്ള കാര്യത്തെ പറ്റിയും നമുക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ള കാര്യത്തെ പറ്റിയും ഒക്കെ സംസാരിക്കുമ്പോഴും നമ്മൾ മറന്നു പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധയോടെ ചേർത്ത് നിർത്തേണ്ട ഒരു വിഷയമായിട്ട് തോന്നുന്ന ഒന്നാണ് മാനസിക ആരോഗ്യം എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും വാർത്തകളിലും നമ്മുടെ ചേർന്ന് നിൽക്കുന്ന സംഭവങ്ങളിലും ഒക്കെ നമ്മുടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ജീവൻ ഒരു ദിവസം കൊഴിഞ്ഞു പോകുന്നൊരു കാഴ്ച കാണാറുണ്ട്. എങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ചെറിയ ഒരു കൈത്താങ് ഉണ്ടായിരുന്നുവെങ്കിൽ, ഒരു കൈപ്പിടി ഉണ്ടായിരുന്നുവെങ്കിൽ, അറിയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നുവെങ്കിൽ, തുറന്നൊന്ന് സംസാരിക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ സാധ്യമായിരുന്ന അപകടങ്ങളാണ് അവയെല്ലാം. അപ്പോൾ ഒരു CDSന്റെ തലത്തിലോ CDS കൂട്ടായ്മയുടെ ഭാഗത്തിലോ എങ്കിലും ചേർന്ന് ഒരു മാനസിക ആരോഗ്യ ഒരു യൂണിറ്റുകൾ, യൂണിറ്റ് എന്നുള്ള ടേം ആണോ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ബിക്കോസ് പലപ്പോഴും നമുക്കൊരു ആവശ്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ഇത്തരം സഹായങ്ങളിലേക്ക് നമ്മൾ പോവുക. അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് ഇത്തരം ഒരു ആവശ്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് അവരെ നമ്മളൊരു സ്പേസിലേക്ക് ഇത് തിരിച്ചറിയാതെ സ്വയം ഒരുങ്ങുന്ന മനുഷ്യരും നമ്മൾക്കിടയിലുണ്ട്. അപ്പൊ അവരിലേക്ക് ഒന്ന് ശ്രദ്ധ ചെലുത്തിയാൽ എത്തിച്ചേരാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന പ്രവർത്തകർക്കായിരിക്കും. അപ്പൊ അത്തരം ഒരു മാനസിക ആരോഗ്യത്തിൽ കൂടെ കേന്ദ്രീകരിക്കുന്ന ഒരു യൂണിറ്റുകൾ അല്ലെങ്കിൽ പ്രവർത്തകർ നമ്മുടെ അയൽപക്കങ്ങളിൽ അല്ലെങ്കിൽ അയൽ വീടുകളിൽ ഒരു കൂട്ടായ്മ ഉണ്ടാവുകയാണെങ്കിൽ അതും മാനസിക ആരോഗ്യം കൂടെ ശ്രദ്ധിച്ച് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധ്യമായിട്ടുള്ള വഴികൾ ചെലുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ കുടുംബശ്രീ ബസാർ വളരെ ആക്റ്റീവായിട്ടുള്ളതാണ്. ഞാൻ ഉൾപ്പെടെ അവിടെ നിന്നുള്ള പ്രോഡക്റ്റുകൾ വാങ്ങുന്ന ഒരാളാണ്. ഇതിൻ്റെ വിപണന സാധ്യത കൂടെ കുറച്ചുകൂടെ വൈപുല്യമുള്ളാക്കിയാൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ മാർക്കറ്റിങ്ങിന്, അഡ്വർടൈസ്മെൻറ്റ്സിനും നമുക്ക് ഇവരുടെ സഹായം ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ ആക്റ്റീവായിട്ടുള്ള സോഷ്യൽ മീഡിയ സെല്ലിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലേക്കും ഈ പ്രോഡക്ട്സുകൾ കുറച്ചുകൂടെ ജനകീയമായി അതിൻ്റെതായ മാർക്കറ്റിംഗ് പരസ്യത്തോടു കൂടി എത്തുകയാണെങ്കിൽ വിപണന സാധ്യതയും വിപണന മൂല്യവും കൂടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുള്ള സാധ്യതകളും സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. മറ്റൊരു വിഷയം, എപ്പോഴും ജോലി സംബന്ധമായിട്ട് യാത്രകൾ ചെയ്യേണ്ട ഒരാളെന്നുള്ള നിലയ്ക്ക് നമ്മുടെ നാട്ടിൽ നേരിടുന്ന എല്ലാ വിഷയങ്ങളും നമ്മൾ കവർ ചെയ്ത് ഏറ്റവും ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ചെറിയൊരു വിഷമത്തോടെ പങ്കുവെക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ പബ്ലിക് ടോയ്ലറ്റ്സ് എന്ന് പറയുന്നത്. ആ ഒരു വിഷയം ഏറ്റവും ശ്രദ്ധേയകരമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഗൗരവമായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്ത് മുമ്പോട്ട് വരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ടേക്ക് എ ബ്രേക്ക് ഒരു ബ്രേക്കിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് സംഭവിക്കാതെ ഇരിക്കട്ടെ. അവിടെയും നമുക്ക് ഈ നമ്മുടെ കൂടെ നിൽക്കുന്ന പ്രവർത്തകരുടെ വളരെ സാധാരണ രീതിയിൽ നമ്മളോട് അത്രയും സന്തോഷത്തോടു കൂടി സജീവമായിട്ട് ഒത്തുചേർന്ന് നിൽക്കാൻ ഉത്സാഹം കാണിക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ചേർത്ത് നിർത്തുകയാണെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ, ഏറ്റവും ഭംഗിയായ രീതിയിൽ തന്നെ അത് മുമ്പോട്ട് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് എനിക്ക് എല്ലാ പ്രതീക്ഷയുമുണ്ട്. അതിനുള്ളൊരു ശ്രമവും കൂടെ മുമ്പിലോട്ട് നമ്മൾ നോക്കിക്കാണുമ്പോൾ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എൻ്റെ ഒരു എളിയ ചിന്തയിലുള്ള കുറച്ച് ആശയങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു വെബിനാർ എന്നുള്ള സാധ്യത കൂടെ നമുക്ക് സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഡിജിറ്റലായിട്ട് കഴിഞ്ഞു, നമ്മൾ ഡിജിറ്റൽ വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോൺസ് ഉണ്ട്. അപ്പോൾ ഈ വലിയ വീടുകളിൽ ഒറ്റപ്പെട്ട് സന്ധ്യകൾ, വൈകുന്നേരങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള സമയങ്ങൾ നമുക്ക് ഈ ഒരു യൂണിറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ശ്രദ്ധ ചെലുത്തി ഒരു വെബിനാർ അതാത് വിഷയങ്ങളിൽ സംഭവിപ്പിക്കാൻ സാധ്യമാണ് എങ്കിൽ പറഞ്ഞ പോലെ തന്നെ അവർക്ക് എൻഗേജ്ഡ് ആയിരിക്കാനും അവരിലേക്ക് പുതിയ ആശയങ്ങൾ, മാറുന്ന ലോകത്തിൻ്റെ കാര്യങ്ങൾ എത്താനുമുള്ളൊരു സാധ്യതയും അവർക്കും സംസാരിക്കാനുള്ളൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുമായിട്ട് ഞാൻ കാണുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ ആ ഒറ്റപ്പെട്ട വീടുകൾ ഒരു ഹോം സ്റ്റേ ആക്കി മാറ്റാനുള്ള സാധ്യത കൂടെ മുമ്പിലേക്ക് ശ്രമിക്കാവുന്നതാണ് എന്നെനിക്ക് തോന്നുന്നു. മറ്റൊരു വിഷയം സോളാർ പാനലുകൾ എന്നുള്ളതാണ്. സോളാർ പാനലുകൾ നമുക്ക് സ്വന്തം വീടുകളിൽ ചിലപ്പോൾ അഫോർഡ് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. വളരെ സാധാരണക്കാരായിട്ടുള്ള വീടുകളിൽ ഒരു യൂണിറ്റുകളായി തിരിച്ച് ഒരു 2-3 വീടിൻ്റെ കീഴിൽ ഒരു സോളാർ യൂണിറ്റ് എന്നുള്ള രീതിയിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ജോലി സാധ്യത അല്ലെങ്കിൽ വിപണന സാധ്യത, മറ്റ് സാധ്യതകൾ നമുക്ക് കണ്ടെത്താൻ ശ്രമിക്കാവുന്നതാണ് എന്നും എനിക്ക് തോന്നുകയാണ്. ഒരുപാട് സമയം കൈവരിക്കുന്നില്ല. ഈ ഒരു യഥാർത്ഥ സിറ്റിസൺ മാത്രമായിട്ട് നിൽക്കുന്ന എൻ്റെ കുറച്ച് വാക്കുകൾ കേൾക്കാനും അതൊരു വലിയ പ്ലാറ്റ്ഫോം ഇത്രയും ആളുകളുടെ മുമ്പിൽ സംസാരിക്കാനും സാധിച്ച ഈ ഒരു മാറിയ സാഹചര്യം, ഈ ഒരു സാധ്യത ഏറ്റവും സന്തോഷത്തോടു കൂടി നോക്കിക്കാണുകയാണ്. ഒരുപാട് അറിവുകളും ഒരുപാട് ആശയങ്ങളും പങ്കുവെക്കപ്പെടുന്ന ഈ ഒരു സദസ്സ്, ഇനി അങ്ങോട്ടുള്ള സദസ്സുകൾ എല്ലാം ഗംഭീരമാവട്ടെ. നമുക്കെല്ലാവർക്കും ഒത്തുചേർന്ന് മുമ്പോട്ട് നോക്കുമ്പോൾ വർഷങ്ങൾക്കപ്പുറം എല്ലാ ആശയങ്ങളിൽ നിന്ന് ഉൾത്തിരിഞ്ഞ് വന്നിട്ടുള്ള ഏറ്റവും മികച്ച തീരുമാനങ്ങളുമായിട്ട്, ഏറ്റവും ഗംഭീരമായിട്ട് ഒന്നായി, ഏറ്റവും സുന്ദരമായിട്ടുള്ള വിദേശികൾ അസൂയയോടെ നോക്കുന്ന ഒരു നാടായിട്ട്, ദൈവത്തിൻ്റെ സ്വന്തം നാടായിട്ട്, അകത്തും പുറത്തും സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു മണ്ണായിട്ട് നമുക്ക് മാറാൻ സാധിക്കട്ടെ എന്നും ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.